ഹലോ ഗൈസ്, നിതീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഒരു 2-3 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളിൽ എങ്ങനെ പേടി ഉണ്ടാകുന്നു, കൊച്ചു ചെറുപ്പത്തിലെ തൊട്ടേ കുഞ്ഞുങ്ങളിൽ എവിടെ നിന്നാണ് പേടി ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ ഒരു കണ്ടന്റ്. ഒരു 99% കുട്ടികളെ എടുത്താൽ അവരെല്ലാവരും കൂടുതലും എന്തിനെങ്കിലും ഒക്കെ പേടിയുള്ളവരായിരിക്കും. ഇരുട്ടിനെ പേടി, പല്ലിയെ പേടി, പാറ്റയെ പേടി, ഒറ്റയ്ക്കിരിക്കാൻ പേടി, അങ്ങനെയൊക്കെ പേടി ഉണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ഈ പേടി ഉണ്ടാവുന്നത്? ഈ ചെറുപ്പത്തിലെ പേടി ഉണ്ടാവാനുള്ള കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പേരൻസ് തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് അതൊരു ഇതല്ല. കുഞ്ഞുങ്ങളെ അനുസരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് പേടിയായിട്ടാണ്, അവർക്ക് ഫീൽ ചെയ്യുന്നത് പേടിയായിട്ടാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ കയ്യിലുള്ള കളിപ്പാട്ടം ഒരു കസേരയുടെ അടിയിലോട്ട് അല്ലെങ്കിൽ ഒരു കട്ടിലിന്റെ അടിയിലോട്ട് പോയി. അപ്പം കുഞ്ഞുങ്ങള് നമ്മളെ വിളിക്കത്തില്ല, അവര് ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും, അവരും പോയി അത് എടുക്കുമ്പം അവര് അവിടെ മറിഞ്ഞു വീഴരുത് അല്ലെങ്കിൽ അവരുടെ തല മുട്ടരുതെന്ന് വിചാരിച്ചിട്ട് പേരൻസ് എന്ത് പറയും, മോനെ അങ്ങോട്ട് പോരുത്, അവിടെ പല്ലിയുണ്ട് അല്ലെങ്കിൽ പാറ്റയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗം അവിടെ ക്ലിയർ ആയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എപ്പോഴും സംശയമുള്ളവര്. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു പേടിയായിട്ടാണ് ഇത് വളരുന്നത്. അവർക്ക് അപ്പൊ എന്ത് തോന്നും, ഈ പല്ലിയോ അങ്ങനെ പറയുന്നത് എന്തോ ഭീകര പേടിക്കേണ്ട സാധനമാണ് എന്ന് അവര് വിചാരിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങളിലെ പേടി ഉണ്ടാവുന്നത്, ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഇരുട്ട് പേടിയാവും. നമ്മളിപ്പം സ്വാഭാവികമായിട്ട് ഇരുട്ടത്തോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കത്തില്ലേ? അത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമ്മൾ ആക്ച്വലി അവർ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം നമ്മൾ പറയും, മോനെ അങ്ങോട്ട് പോകില്ല, അവിടെ ഭൂതമുണ്ട് എന്നൊക്കെ ചുമ്മാ പറയാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തപ്പോ പറയത്തില്ലേ, കോക്കാച്ചി പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറയും. അപ്പം നമ്മൾ കോക്കാച്ചി എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അതറിയത്തില്ലല്ലോ. അവരതൊരു എന്തോ വലിയ സംഭവമായിട്ട്, പിന്നെ ഇരുട്ട് കാണുമ്പോ പേടി, ഇരുട്ടത്തോട്ട് പോകാൻ പേടി, ഒറ്റയ്ക്കിരിക്കുമ്പം അവരുടെ മനസ്സിൽ ഇതൊക്കെ വരും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, പല്ലി, പാറ്റ, ഇരുട്ട്, ഇതെല്ലാം അവരുടെ മനസ്സിൽ വരും. അവർക്കതൊരു പേടിയാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാല്, അവർക്ക് എന്താണ് പേടി എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പം പാറ്റ പേടിയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമ്മളിപ്പോ റബ്ബറിന്റെ ഒക്കെ പാറ്റ വാങ്ങാൻ കിട്ടത്തില്ലേ, റബ്ബറിന്റെ പാറ്റയുടെ ഷേപ്പിലുള്ള, അതൊക്കെ വാങ്ങിച്ചിട്ട് കൈ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഒറിജിനൽ പാറ്റ വേണമെങ്കിൽ നമുക്ക് പിടിച്ച് കൈ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. കണ്ടോ മോനെ, എന്നെ കടിച്ചില്ല കേട്ടോ, ഇത് ഉപദ്രവിക്കുന്ന ജീവിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ പേടിയിൽ നിന്ന് നമുക്ക് മാറ്റാം. അതുപോലെ ഇരുട്ട് പേടിയുള്ളവരാണെങ്കിൽ, ഇരുട്ട് പേടിയുള്ള ഒരു കുഞ്ഞിനോട് നമുക്ക് ഇരുട്ടത്ത് കൊണ്ട് നമ്മളുടെ കൂടെ പോയിട്ട് നമുക്ക് ഇരുട്ടത്ത് പോയി നിന്നിട്ട് മോനെ, ഈ ഇരുട്ട് പേടിക്കേണ്ട സംഭവം അല്ലെന്നും, അതുപോലെ ഈ കഥകളിലൊക്കെ കേൾക്കുന്ന ഭൂതം, പിശാച്, ഇതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ലെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേടി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ ഈ രാത്രിയിൽ മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ നേരം ആകുമ്പോൾ കഥ കേൾക്കേണ്ടവരായിരിക്കും. അപ്പം കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിന്റെ കൂടെ ഈ ഭൂതത്തെ പറ്റിയോ അതിനെ പറ്റിയുള്ള കഥകൾ, പേടിപ്പിക്കുന്ന കഥകളൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുട്ടിനെ പേടിയുള്ള കുഞ്ഞുങ്ങളുടെ മുറിയിൽ ഒരു ചെറിയ ബൾബ്, നമ്മൾ 0 വോൾട്ട് ബൾബൊക്കെ എടുക്കില്ലേ, ഒരു ചെറിയ ബൾബ് ഇട്ട് അവരുടെ പേടി കുറേശ്ശെ നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മോൻ പേടിക്കുന്നത്, അച്ഛൻ അടുത്തുണ്ട്, അമ്മ അടുത്തുണ്ട്, പിന്നെ മോൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അതുപോലെ ഇരുട്ട് പേടിയുള്ള ഒരു കുഞ്ഞിനെ പിന്നെ ഇരുട്ടത്ത് വിടാതിരിക്കരുത്. നമ്മൾക്ക് കുഞ്ഞുങ്ങളൊക്കെ എന്തിനോടാണ് പേടിയെന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തോടെ അടുത്ത് ഇടപെടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനോട് കൂടുതൽ ഇടപെട്ട് ആ പേടി ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്ന് മാറും. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അടുത്തുണ്ടെന്നും, നമ്മളുള്ളപ്പം, അച്ഛനും അമ്മയും ഉള്ളപ്പം മോൻ എന്തിനാണ് പേടിക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ധൈര്യം കൂട്ടുകയും വേണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ മിടുക്കന്മാരായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.